ലഹരി എന്ന തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം ഒറ്റക്കെട്ടായി നടത്തണമെന്ന് സ്പീക്കർ എൻ ഷംസീർ. ലഹരി ഉപയോഗിക്കുന്നവരെ ഒറ്റപ്പെടുത്താതെ ലഹരി മുക്തരാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു. തലശ്ശേരി ഇല്ലത്ത് താഴെ നടന്ന ലഹരിക്കെതിരെ ദൃശ്യവിരുന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തലശ്ശേരി വയലളം റീഡേഴ്സ് സെന്ററിന്റെയും KSSPU തിരുവങ്ങാട് യൂണിറ്റിന്റെയും നേതൃത്വത്തിലാണ് ലഹരിക്കെതിരെ വർണ്ണലഹരി ദൃശ്യവിരുന്ന് സംഘടിപ്പിച്ചത്. സ്പീക്കർ എൻ ഷംസീർ ദൃശ്യവിരുന്ന് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുള്ളവരും രാഷ്ട്രീയം മറന്ന് ലഹരിക്കെതിരായി പോരാടണം. വീടുകളിൽ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അത് പുറത്തു പറയാതെ മൂടിവെക്കുന്ന സ്വഭാവമാണ് കണ്ടുവരുന്നത്. ഇത് ഏറെ അപകടം ചെയ്യുമെന്നും സ്പീക്കർ പറഞ്ഞു. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ കുട്ടികൾ പെട്ടുപോയേക്കാം. നമ്മുടെ വീട്ടിലെ കുട്ടികൾ അങ്ങനെ പെട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പം പൊത്തിവെച്ചുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ഒരു സ്വഭാവം പൊത്തിവെക്കും. അയ്യോ, ആരും അറിയണ്ട, നാട്ടുകാർ അറിയണ്ട. ഇതാരോടെങ്കിലും നമ്മൾ പറയണം. ആരോടെങ്കിലും പറഞ്ഞാൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാകൂ. സമൂഹത്തിൽ ബാധിക്കുന്ന തിന്മ നമ്മളെയും ബാധിച്ചേക്കാം. അതിൽ ദുരഭിമാനം കൊണ്ട് നിങ്ങൾ എത്ര പൊത്തിവെച്ചാലും നാളെ അത് പുറത്തു വരും. കഞ്ഞി കാടിയാവുമെന്ന് പറയും. അതുപോലെ കഞ്ഞി കാടിയാവും പറയുമ്പോഴേക്കും നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾ ഇത്തരം പ്രവർത്തനങ്ങൾ അടിമപ്പെട്ടു പോയാൽ അവരെ നമുക്കെല്ലാം ചേർന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കണമെന്നുള്ളതാണ്. കുട്ടികളെ വിനോദങ്ങളിലേക്കും വരകളിലും വരികളിലേക്കും നയിക്കുന്ന വർണ്ണലഹരി പരിപാടിയുടെ ഭാഗമായി സ്പോർട്സ് ഫെസ്റ്റും നേരത്തെ സംഘടിപ്പിച്ചിരുന്നു. ചടങ്ങിൽ KK സനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മലബാർ ക്യാൻസർ സെന്റർ സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ MP നിസാമുദ്ദീൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ MK പ്രസന്ന, തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പവിത്രൻ മൊകേരി, MA അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.